ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം രേണുസുധിയുടെ വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രേണുസുധിക്ക് വീട് വെച്ചു കൊടുത്ത ഫിറോസിൻ്റെയും രേണുസുധിയുടെയും വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുക എന്നൊക്കെ പറയാം. ഇവരെയാണല്ലോ ഇപ്പം മെയിനായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫിറോസ് രേണുസുധിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്. രേണുസുധിയുടെ അച്ഛനും രേണുസുധിയും കൂടി അത്രയും മോശപ്പെട്ട രീതിയിലാണല്ലോ, ഫിറോസിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണല്ലോ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനായിട്ട് 10 ലക്ഷം രൂപയാണ് ഫിറോസ് കെട്ടിവെച്ച് കേസ് കൊടുക്കാൻ പോകുന്നത്. ഒരാൾക്ക് ദാനമായി കൊടുത്ത വീട്, എന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആക്ഷേപിക്കുന്നത് ശരിയാണോ രേണു? നന്ദികേടല്ലേ? ഇതാണ് പറയുന്നത് ഇക്കാലത്ത് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പോലും പാടില്ലാന്ന്. പിന്നെ രേണുവിൻ്റെ വീടിന് മുമ്പിൽ സുധിലയം എന്ന ബോർഡ് എടുത്തു മാറ്റാൻ പോവാണ്. അതിനുള്ള കാരണം ഫിറോസിൻ്റെ എന്തോ ബ്രാൻഡ് നെയിമോ കമ്പനി നെയിമോ ഒക്കെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗിഫ്റ്റഡ് ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റിങ്ങിനാണ് പോലും. അതുകൊണ്ട് ആ ബോർഡ് എടുത്തു മാറ്റിയിട്ട് അതിന് പകരം സുധിലയം എന്ന് മാത്രമാക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ആളുള്ളപ്പോൾ പറഞ്ഞിട്ടൊക്കെ അല്ലേ എടുക്കേണ്ടത്. അത് ആരും എന്താണെന്നൊന്നും എനിക്കറിയില്ല. കിച്ചു എന്തെങ്കിലും പറയുന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ബെഡ്റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പുറത്തിട്ടു. ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം ചോർച്ചയുള്ള ഭാഗം അടയ്ക്കാൻ വേണ്ടി ഫിറോസിൻ്റെ പണിക്കാർ പണിയെടുക്കുന്നത്. എന്നിട്ട് രേണു പറയുന്നതോ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ബെഡ്റൂമിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ വൃത്തിയില്ലാത്ത ബെഡ്റൂമിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫിറോസിന് എന്ത് കിട്ടാനാന്ന് അറിഞ്ഞില്ല. അല്ല, വൃത്തിയുള്ള വല്ല ബെഡ്റൂം ആയിരുന്നെങ്കിൽ പോട്ടെ. വെറുതെ ഒരു കാര്യത്തിനങ്ങ് ചുമ്മാ വളച്ചൊടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു വീഡിയോ കാണിക്കാം. ഇത് രേണുസുധി സ്റ്റോറി ഇട്ടതാണ്. നമസ്കാരം, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി ഇടുന്നത്. സത്യം പറയാൻ എനിക്ക് ചിരി വരുന്നത്. എൻ്റെ ഏത് വീഡിയോ എടുത്താലും അതിനകത്തൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് ഇതുവരെ കാണുമ്പോൾ എനിക്ക് ചിരി. വേറൊന്നുമല്ല, എന്നെ ഇട്ട് നെഗറ്റീവ് പറയുകയും ചെയ്യണം. എൻ്റെ വീഡിയോ കാണാൻ ഇത്രയ്ക്ക് മാർത്തിയാണോ മക്കളെ? എൻ്റെ വീഡിയോ എന്നെ ഇട്ട് കാണുകയും ചെയ്യരുത്. എന്നാൽ എൻ്റെ വീഡിയോ എവിടെ പോസ്റ്റ് ഇട്ടാലും അത് കണ്ടെങ്കിലല്ലേ ഇവന്മാർ നെഗറ്റീവ് അടിക്കത്തുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് വ്യൂസ് എനിക്ക് കൂട്ടുന്നതെന്ന് തോന്നുന്നു. നെഗറ്റീവ് കമൻറ്റുകൾ എന്തായാലും നിങ്ങളാണ് എൻ്റെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളെന്താ ഓർത്തത്? പിന്നെ പല്ലിൻ്റെ കാര്യം, ഇത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ. കാൽസ്യം, ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് കുറേ വർഷമായിട്ട് പല്ല്. അവർക്ക് യാതൊരുവിധ ബോധവും ഇല്ല, ഒരു ബോധവും ഇല്ലാണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഓരോന്ന് പ്രസംഗിക്കുന്നത്. ഇതെല്ലാം ബിഗ് ബോസ് കയറാൻ വേണ്ടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. താങ്ക് യു സോ മച്ച് KHDC. അവർ വന്ന് അതിൻ്റെ ലീക്കെല്ലാം ചില്ലിട്ട് തന്നു. ഒരുപാട് നന്ദി. അതല്ലേ വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില്ല, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഒത്തിരി താങ്ക്സ്, നന്ദി. ആദ്യം അവർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ട് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചിട്ട് പിന്നെ അവരുടെ തോന്നല, അവർക്ക് തോന്നിക്കാണും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിവൃത്തിയില്ല. നന്നാക്കി കൊടുത്തതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്.
അതിനുശേഷം പറഞ്ഞത് കേട്ടോ, എനിക്കൊരു ഗതിയില്ലാന്ന്. ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഇത്രയും വീഡിയോയും റീൽസും എല്ലാം ചെയ്യുന്ന, ഇത്രയും പബ്ലിസിറ്റി ഉള്ള ഒരാളെ കയ്യിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. കേൾക്കുന്ന നമ്മളെന്താ പൊട്ടന്മാർ? ഇവർ ഇപ്പം പറയുന്നതായിരിക്കില്ല പിന്നെ പറയുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു നിലപാട് പോലുമില്ലാത്ത ഒരു വ്യക്തിയാണ്